ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ? സെക്ഷൻ 149 സബ്സെക്ഷൻ 6 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാണെന്ന് പറയുന്നത്. ഓക്കെ, an independent director means a director other than a managing director, full-time director or nominal director who does not have any material or pecuniary relationship with the company or directors. Basically, an independent director is a non-executive director. എന്ന് വെച്ചാൽ എന്താണ്? An independent director means other than managing director അല്ല, full-time director അല്ല, nominee director അല്ല. ഇങ്ങനെയുള്ള ഒരാളും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അല്ല. പിന്നെ who does not have any material or pecuniary relationship. Pecuniary relationship എന്ന് വെച്ചാൽ എന്താ? പൈസ സംബന്ധമായ ഒരു റിലേഷൻഷിപ്പും കമ്പനിയുമായിട്ടോ ഡയറക്ടേഴ്സ് ആയിട്ടോ ഇല്ലാത്ത ഒരാളാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ബേസിക്കലി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാണ്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ബേസിക്കലി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഈസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, ഇതാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഡെഫിനിഷൻ. ഇനി നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയിൽ എത്ര ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും? ഓക്കെ, ആസ് പെർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ടിൽ എന്താ പറയുന്നത്? ലിസ്റ്റഡ് കമ്പനിക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണം, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക്. ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ എത്ര വേണം? 1/3 ഓഫ് ടോട്ടൽ ഡയറക്ടേഴ്സ്. 9 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ 1/3 എന്ന് പറയുന്നത് എത്രയാ? 3 ഡയറക്ടേഴ്സ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഓക്കെ, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് കമ്പനീസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടി അല്ലെങ്കിൽ ടേൺ ഓവർ 100 കോടി. അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ, ഡിബഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ് 50 കോടിക്ക് മുകളിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്. ഓക്കെ, 2 ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ഇതാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013, ലിസ്റ്റഡ് കമ്പനീസ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ടോട്ടൽ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിൽ പോയാൽ അവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം, 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ടേൺ ഓവർ 100 കോടിക്ക് മുകളിൽ പോയാൽ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എടുത്തിരിക്കുന്ന സംഖ്യ 50 കോടിക്ക് മുകളിൽ പോയാൽ, അല്ലെങ്കിൽ ഡിബഞ്ചറും ഡെപ്പോസിറ്റും കൂടെ കൂടിയിട്ട് 50 കോടിക്ക് മുകളിൽ പോയാൽ, ഇതിലേതെങ്കിലും 1, 2 or 3 ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ 10 കോടിയോ 100 കോടിയോ അല്ലെങ്കിൽ 50 കോടി, ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണമെന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. ഓക്കെ, ഇനി സെബി LODR റെഗുലേഷൻ 2015 എന്താ പറയണേ? എത്ര ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണമെന്ന് പറയണേ? സെബി LODR റെഗുലേഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് എന്നാണ് LODRന്റെ ഫുൾ ഫോം. ഓക്കെ, ആ റെഗുലേഷൻ 2015 അനുസരിച്ച് ചെയർപേഴ്സൺ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ, NED നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, 1/3 ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി independent director, where chairperson is not regular non-executive director. Chairperson non-executive director അല്ല എന്നുണ്ടെങ്കിൽ half of board of directors should be independent directors. Okay, where chairperson is non-executive director. ശരിക്കും എങ്ങനെ? ചെയർപേഴ്സൺ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ 1/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണ്ടേ ടോട്ടൽ ബോർഡിന്റെ?
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ടോ അതിന്റെ 1/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ചെയർപേഴ്സൺ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. പക്ഷേ ഈസ് റിലേറ്റഡ് ടു പ്രൊമോട്ടർ ഓർ പേഴ്സൺ occupying മാനേജ്മെന്റ് പൊസിഷൻ അറ്റ് ലെവൽ ഓഫ് ബോർഡ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിലുള്ള ഒരാളായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ഉണ്ടെങ്കിൽ ഹാഫ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഈ 1/3 എന്ന് പറയുന്നത് 1/2 ആവും. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ അതില് 5 പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് കമ്പനീസ് ആക്ടിലും CBLOD റെഗുലേഷനിലും പറയുന്നത്.